ഫോൺടെക് എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബോർണിയോ സ്കീമാറ്റിക് ടൂളിൽ ഹാർഡ്വെയർ സൊല്യൂഷനിൽ അടുത്ത ഭാഗമായിട്ടുള്ള സിം കാർഡ് എന്ന ഓപ്ഷനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് കാണാം സിം കാർഡ്. അപ്പോൾ നമുക്ക് എന്താണ് സിം കാർഡ് എന്നുള്ള ഭാഗത്തിൽ എന്താണ് അതിൽ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം, നമുക്കൊരു സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് സിം ഡിറ്റക്റ്റ് സിം ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിം ഇട്ട് കഴിഞ്ഞാൽ അത് ഡിറ്റക്റ്റ് ചെയ്യാത്ത ഒരു പ്രോബ്ലം പല സെറ്റുകളിലും നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സെറ്റുകൾ നമ്മൾ എങ്ങനെയാണ് അത് പരിഹരിക്കുന്നതോ അത് ശരിയാക്കി എടുക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് ലൈൻസ് വഴി നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് നോക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു സിം കാർഡിലേക്ക് എത്ര കണക്ഷൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ആ കണക്ഷൻസ് ഏത് ഐസിയിൽ നിന്നാണ് വരുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഡ്യുവൽ സിമ്മിൻ്റെ സോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ സിമ്മും അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡ് ഇടേണ്ട സോക്കറ്റാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 6 പോയിൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ 1, 2, 3, 4, 5, 6 കണക്ഷൻസാണ് സിമ്മിന് ഉണ്ടാവുക. അപ്പോൾ അതിൽ നമുക്ക് ഒന്നാമത്തെ കണക്ഷൻ, ഈ കണക്ഷൻ ഇവിടെ കണക്ഷൻ കൊടുത്തിട്ടില്ല, ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഗ്രൗണ്ടാണ്, അതായത് GND എന്ന് പറയും, നെഗറ്റീവ് വോൾട്ട്, അതായത് GND അല്ലെങ്കിൽ ഗ്രൗണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ്. ഇവിടെ രണ്ടാമത്തത് NC ആണ്, നോ കണക്ഷനാണ്. ഇതിൽ ചില കമ്പനികളിൽ നമുക്കിത് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ കണക്ഷൻ കാണാൻ പറ്റും, ചില കമ്പനികളിൽ കണക്ഷൻ കാണാൻ പറ്റില്ല. ഇത് കണക്ഷൻ ഉണ്ടായാലും ഇല്ലെങ്കിലും സിമ്മ് ഡിറ്റക്റ്റ് ചെയ്യും. അത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെയുള്ളത് അതിൻ്റെ താഴെയുള്ളത് സിം ഡാറ്റയാണ്. അപ്പോൾ ഈ കണക്ഷൻ നമുക്ക് ഇവിടെ ഇങ്ങനെ ലൈൻ ഇട്ടിട്ട് ICയിലേക്ക് പോകുന്ന കാണാൻ പറ്റും. അതുപോലെ തന്നെ നാലാമത്തെ കണക്ഷൻ സിം ക്ലോക്ക്, ഇവിടെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. സിം ക്ലോക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കണക്ഷൻ സിം റീസെറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കണക്ഷൻ സിം, അതായത് സിം വോൾട്ടേജ് ആണ്, വോൾട്ടേജ് സിം എന്ന് പറയും. അതുപോലെ തന്നെ സിം വോൾട്ടേജ് എന്ന് പറയും. അതായത് നമ്മുടെ സിം കാർഡ് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പോസിറ്റീവ് വോൾട്ടേജ് വരുന്ന ലൈനാണിത്. ബാക്കിയെല്ലാം അതിൻ്റെ ഡാറ്റ ലൈനാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് കിട്ടുന്നു, അതായത് ഗ്രൗണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് കിട്ടുന്നു. അതുപോലെ തന്നെ ഇവിടെ പോസിറ്റീവ് കിട്ടുന്നു. ഈ വോൾട്ടേജിലാണ് സിമ്മ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കണക്ഷൻസൊക്കെ എങ്ങോട്ട് പോകുന്നു, എല്ലാം ഒരേ ICയിലേക്കാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് സിം ഡാറ്റ നേരെ പോകുന്നത് നമുക്ക് എവിടത്തേക്കാണെന്ന് നോക്കാം. നേരെ പോയി ഇവിടെ സിം ഡാറ്റ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ കളർ എല്ലാത്തിൻ്റെയും കളർ വ്യത്യാസമായതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ മാറിപ്പോകാണ്ട് മനസ്സിലാവും. നമ്മളെ കളർ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഒരു കമ്പോണൻറ്റ് വെച്ചിട്ടുണ്ട്. ആ കമ്പോണൻറ്റിലൂടെ നേരെ പോകുന്നത് എവിടത്തേക്കാണ്, ഇതേത് IC നോക്കുക നമ്മൾ. ഇതിൻ്റെ CPU ആണ്. ഈ IC ഇതിൻ്റെ CPU ആണ്. അപ്പോൾ CPUയിലേക്കാണ് ഈ ലൈന് പോകുന്നത്, സിം ഡാറ്റ ലൈന് പോകുന്നത്. ഇനി അടുത്ത് നമുക്ക് സിം ക്ലോക്ക് നോക്കാം. സിമ്മിൻ്റെ ക്ലോക്ക് ലൈന് നേരെ പോകുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്, സിം ക്ലോക്ക്. ആ കളറ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തെറ്റാതെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഒരു കമ്പോണൻറ്റ് വെച്ചിട്ടുണ്ട്. ആ കമ്പോണൻറ്റ് വഴി നേരെ CPUയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത ലൈൻ നമുക്ക് നോക്കാം. അടുത്തത് സിം റീസെറ്റാണ്. റീസെറ്റും ഇതുപോലെ തന്നെ ഒരു കമ്പോണൻറ്റ് വഴി CPUയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് വോൾട്ടേജ്, അതായത് സിം വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടേജ് സിം, VSIM നമ്മളതിന് ചുരുക്കത്തിൽ പറയും. ആ ലൈന് പോകുന്നത് എവിടത്തേക്കാണ് നമുക്ക് നോക്കാം. ആ കണക്ഷൻ നേരെ പോകുന്നത് ഇവിടെ VSIMൻ്റെ കണക്ഷൻ കാണാൻ പറ്റും. 2 VSIMൻ്റെ കണക്ഷൻ കാണാൻ പറ്റും. അതായത് ഒന്ന് VSIM 1ലേക്കും ഒന്ന് VSIM 2ലേക്കാണ് പോകും. അതായത് സിം 1ലേക്ക് ഒന്ന് പോകും, അതുപോലെ തന്നെ സിം 2ലേക്ക് ഒന്ന് പോകും. അതാണ് 2 കണക്ഷൻ കാണിച്ചിരിക്കുന്നത്. ഇത് ഏത് IC ആണ്? ഇത് നമ്മൾ ഇതിൻ്റെ പവർ IC ആണ്, PMIC ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സിമ്മിൻ്റെ വോൾട്ടേജ് ലൈന് പോകുന്നത് PMICയിൽ നിന്നാണ് പോകുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഡാറ്റ ലൈന്, അതായത് ഡാറ്റ, ക്ലോക്ക്, റീസെറ്റ്, ഇങ്ങനെയുള്ള 3 ലൈന് പോകുന്നത് നേരെ പോകുന്നത് എവിടത്തേക്കാണ്? അതിൻ്റെ CPU ICയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു കണക്ഷൻ
നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈ ഏതെങ്കിലും ഒരു ലൈന് ഇതിൽ കാണുന്ന വി സിമ്മോ അല്ലെങ്കിൽ അതിൻ്റെ താഴത്തുള്ള റീസെറ്റ് എന്നുള്ള കണക്ഷനോ അല്ലെങ്കിൽ അതിൻ്റെ താഴത്തുള്ള ക്ലോക്ക് എന്നുള്ള കണക്ഷനോ അല്ലെങ്കിൽ ഡാറ്റ എന്നുള്ള കണക്ഷനോ ഇതിലേതെങ്കിലും ഒന്ന് കട്ടായി കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് എന്ന കണക്ഷനും കട്ടായാലും സിം എടുക്കില്ല. അപ്പോൾ ഈ ഇത്രയും കണക്ഷൻസ് ബ്രേക്കായി കഴിഞ്ഞാൽ സിമ്മ് നമ്മൾ എങ്ങനെ സിം ഇട്ട് കഴിഞ്ഞാലും അത് സിമ്മ് ഡിറ്റക്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് ഈ കണക്ഷൻ ഈ പോയിന്റ്സിലേക്ക് കണക്ഷൻ വരുന്നുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ പരിശോധിക്കുന്നത്? അതിന് വഴികളുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഇതിൽ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഡയോഡ് വാല്യൂവിനെ കുറിച്ച് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയോഡ് വാല്യൂവിൽ നമ്മൾ അതിൻ്റെ ഇതെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സിമ്മിൻ്റെ ഭാഗത്ത് തന്നെ നമുക്ക് നോക്കിയാൽ ഇവിടെ നമുക്കതിൻ്റെ വാല്യൂ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, ഇവിടെ വി സിമ്മിൻ്റെ ഭാഗത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട് 463 463 എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ 703 എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ 689. അതുപോലെ തന്നെ ഡാറ്റ ലൈനിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് 691. നിങ്ങൾക്ക് ഇങ്ങനെ വലുതാക്കിയാൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് സിം ഡാറ്റയിൽ കാണിക്കുന്നത് 691 ഓമാണ്. മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ കാണുന്നതൊക്കെ ഓംസ് ആണ്, അതിൻ്റെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ 691 ഓം കിട്ടണം. അതുപോലെ തന്നെ ഇവിടെ സിം ക്ലോക്കിൽ നമുക്ക് 689 ഓം കിട്ടണം. അതുപോലെ തന്നെ സിം റീസെറ്റിൽ നമുക്ക് 703 ഓം കിട്ടണം. അതുപോലെ തന്നെ ഇവിടെ യു സിം അതായത് വി സിമ്മിലേക്ക് നമ്മൾ 463 അതായത് 463 ഓം കിട്ടണം. ഇനി 460 ഇവിടെ 463 തന്നെ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. ചിലപ്പം കുറച്ച് അതിൻ്റെ കൂടിയിട്ടും വരും, അതുപോലെ തന്നെ കുറച്ച് കുറഞ്ഞിട്ടും വരും. ഈ എല്ലാ ലൈനിലും ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. ചില കണക്ഷനിൽ നമുക്ക് ഇതേപോലെ കിട്ടൂല, കുറച്ച് കൂടിയിട്ടും കുറച്ച് കുറഞ്ഞിട്ടൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോ റീഡിങ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ആ ലൈന് കട്ടാൻ നമുക്ക് മനസ്സിലാക്കാം. ആ ലൈന് എവിടെ നിന്നാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കിയിട്ട് നമുക്ക് എളുപ്പത്തിൽ ആ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് സാധിക്കും. അതെങ്ങനെയാണ് നമുക്ക് നോക്കുക? ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ സിം ഡാറ്റ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ ബാക്കിയുള്ള 1, 2, 3 ഈ 4ാമത്തെ സിം ഡാറ്റ കണക്ഷൻ അതിൽ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ബാക്കി എല്ലാത്തിലും നിങ്ങൾക്ക് റീഡിങ് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ 3 കണക്ഷനിലും നിങ്ങൾക്ക് റീഡിങ് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ 4ാമത്തെ കണക്ഷനായിട്ടുള്ള 691 ഓം അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അവിടെ നിങ്ങൾക്ക് കാണിക്കുന്നത് ചെക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്നത് നോ റീഡിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ സിം ഡാറ്റ എന്നുള്ള കണക്ഷൻ വരുന്നത് എവിടെ നിന്നാണ്? CPU-ൽ നിന്നാണ് ആ കണക്ഷൻ വരുന്നത്. അപ്പോൾ ആ കണക്ഷൻ അവിടെ ബ്രേക്ക് ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേ കണക്ഷൻ തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സിം ഡാറ്റ വരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഇത് CPU ആണ്. അപ്പോൾ CPU-ൽ നിന്നാണ് ആ കണക്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ സിം ഡാറ്റ നേരെ വന്നിട്ട് ഇവിടെ ഒരു കമ്പോണൻറ്റ് വഴി ത്രൂ ആണ് ഇവിടെ IC-ലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ കമ്പോണൻ്റ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഈ കമ്പോണൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഒന്നുകിൽ ബ്രേക്ക് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ നിന്ന് റിമൂവ് ആയി പോയിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ആ ലൈന് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ വളരെ പ്രയോജനപ്രദമായിട്ട് നമുക്ക് ഉള്ള ഒരു ലൈൻസും കാര്യങ്ങളാണ് നമുക്ക് സിമ്മിൻ്റെ ഈ ഭാഗത്തിൽ ബോർണിയോ സ്കീമാറ്റിക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 ഭാഗം വഴി, അതായത് ഒന്ന് ഇതിൻ്റെ സിം കാർഡിൻ്റെ ഈ വേ നോക്കിയിട്ടും അതുപോലെ തന്നെ ഡയോഡ് വാല്യൂവിൻ്റെ ആ ഡയോഡ് മോഡിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന ആ വാല്യൂ നോക്കിയിട്ടും നമുക്ക് സിം കാർഡ് ഡിറ്റക്ഷൻ ചെയ്യാത്ത ആ കംപ്ലൈൻറ്റ് എളുപ്പത്തിൽ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.